ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ലൊരു മധുര പലഹാരമാണ്. 2 ഏത്തപ്പഴവും കുറച്ച് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുക്കുന്നതാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കരിപ്പെട്ടി ഇഷ്ടമില്ലാത്തവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. സ്പൂണിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുമ്പം സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിഴുന്ന് കിട്ടുന്നതായിട്ട് വേണം കിട്ടേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ഒരു പലഹാരം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള എണ്ണയാണ്, അതാണ് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെയായിട്ട് മാവ് സ്പൂണ് കൊണ്ട് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കരുത്. എങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്താൽ മതിയാവും. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴം വെച്ച് ഈ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്